നമസ്കാരം. ചൈനയുടെ പ്രാദേശിക ജലത്തിന് പുറത്ത് ഫിലിപ്പീൻസും US സേനയും തങ്ങളുടെ ആദ്യത്തെ സൈനികാഭ്യാസം നടത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഈ നടപടി ദക്ഷിണ ചൈന കടലിനെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുമെന്ന് ചൈന പറഞ്ഞു. ഫിലിപ്പീൻസ് ടെറിട്ടോറിയൽ വാട്ടറിനപ്പുറം ഇതാദ്യമായിട്ടാണ് സമുദ്ര അഭ്യാസങ്ങൾ നടത്തുന്നതെന്ന് അഭ്യാസങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ഫിലിപ്പീൻ ആർമി കേണൽ മൈക്കൽ ലോജിക്കോ പറഞ്ഞു. ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡ് ആദ്യമായി സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ചൈനയുമായുള്ള ഏറ്റുമുട്ടലുകളിൽ കോസ്റ്റ് ഗാർഡ് കൂടുതലായി മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. ദക്ഷിണ ചൈന കടലിൽ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുകയും ഏറ്റുമുട്ടൽ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് സംഘർഷം വർദ്ധിപ്പിക്കുകയും പ്രാദേശിക സ്ഥിരതയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നും ബാഹ്യശക്തികളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു. പ്രാദേശിക സുരക്ഷയിൽ വിനാശകരമായ സ്വാധീനം ചെലുത്തുമെന്ന് ചൈനീസ് സ്റ്റേറ്റ് മീഡിയയും സൈനികാഭ്യാസത്തെ വിമർശിച്ചു. ഫിലിപ്പീൻസ് വിദേശകാര്യ മന്ത്രാലയം ജപ്പാനുമായും USമായും ബന്ധം ശക്തിപ്പെടുത്താനുള്ള തീരുമാനം പരമാധികാര തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞു. ദക്ഷിണ ചൈന കടലിലെ സ്വന്തം നടപടികളെക്കുറിച്ച് ചിന്തിക്കാൻ ചൈനയോട് അവർ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മേഖലയിലെ സംഘർഷത്തിൻ്റെ ഉറവിടം എല്ലാവർക്കും അറിയാമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. 16,700-ലധികം ഫിലിപ്പിനോ US സൈനികർ പങ്കെടുക്കും. 6 ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ ആദ്യമായി അഭ്യാസത്തിൽ പങ്കെടുക്കുമെന്ന് വ്യാഴാഴ്ച ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡ് വക്താവ് അർമാൻഡോ ബാലിലോ പറഞ്ഞു. ഏതായാലും ചൈനയെ പ്രകോപിപ്പിച്ചുകൊണ്ട് വലിയ നീക്കമാണ് മേഖലയിൽ US നടത്തുന്നത്. അഭ്യാസത്തിൻ്റെ ഭാഗമായി മിഡ് റേഞ്ച് മിസൈലുകളും ഫിലിപ്പീൻസിൽ വിന്യസിച്ചിട്ടുണ്ട് US. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.